പാമ്പ് കടിയിട്ട് കെട്ടണം, ഒരിക്കലും കെട്ടരുതെന്ന് പറയും. കെട്ടണം, കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല. ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്, ടൈറ്റാക്കി കെട്ടരുത്. കത്തിയോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. കാരണം കത്തിയോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കുമ്പോൾ വെയിനാണ് കട്ടായി കഴിഞ്ഞാൽ ബ്ലഡ് വാർന്നു പോയിട്ട് മരണം സംഭവിക്കാം, സാധ്യത കൂടുതലാണ്. അപ്പോൾ കെട്ടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, കുറയ്ക്കുക. അപ്പം നമ്മൾ എപ്പോഴും വീതിയുള്ള തുണി ഉപയോഗിച്ചാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടത് അയാളെ പാനിക് ആക്കാതിരിക്കുക, അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുക, എന്നിട്ട് പിടിച്ച് അദ്ദേഹത്തിന് ആ ലോകത്തുനിന്ന് മാറ്റുക, പാമ്പടിയുന്ന ലോകത്തുനിന്ന് മാറ്റിക്കൊണ്ട്. ഞാൻ അങ്ങനെയാണ്, ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ഞാൻ പോടാ അത് പാമ്പൊന്നുമല്ല എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞാൽ എനിക്കറിയാം കോബ്രയാണ് കടിച്ചെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരു കടി കിട്ടുമ്പോൾ കടിയുടെ മുറിവ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെതാണ് കടിച്ചിരിക്കുന്നത്. അതിനുശേഷം നടക്കാനോ കിടക്കാനോ അനുവദിക്കരുത്. നമ്മളോ അധികമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണ് അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കൈ അകലം എവിടെയാണോ കടിയിട്ട് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക. എല്ലാം പെട്ടെന്നായിരിക്കും, അല്ലാതെ ഇവിടെ കടിച്ചാ നോക്കട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നിട്ട് കുറേ അരമണിക്കൂർ പതുക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെയല്ല. എല്ലാം ആ ഒരു അകലം എടുത്തിട്ട് അവിടെ നിന്ന് തുണി വെച്ച് ചുറ്റി കെട്ടുക. ഒരു കാരണവശാലും രക്തഓട്ടം തടയരുത്, കുറയത്തക്ക രീതി കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടെ മേപ്പോട്ട് കെട്ടുക. കയ്യിലാണ് കടിയേറ്റൽ ഒരിക്കലും ഉയർത്തി വയ്ക്കുമ്പോൾ സർക്കുലേഷൻ കൂടും, ഡെത്തിലേക്ക് പോകും. അതാ ഇങ്ങനെ വെക്കുക, എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തി. കാലിലാണ് കടിയേറ്റ കടിച്ച ഭാഗം നിവർത്തി വെക്കുക, എന്നിട്ട് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക.